കാൽപന്ത് കളിയെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നവരാണ് മലയാളികൾ. ഓരോ ഫുട്ബോൾ ലോകകപ്പും മലയാളികൾക്ക് ആവേശത്തിന്റെ കാലമാണ്. കോഴിക്കോടിന്റെ ഫുട്ബോൾ ആവേശം എങ്ങനെയെന്ന് ഒന്ന് നോക്കിയാലോ? ബെൻസൺ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കാറ്റു നിറച്ചൊരു തുകൽപന്തിനൊപ്പം ലോകം ഓടിത്തുടങ്ങുകയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ലോകം ഒരു പന്തിലേക്ക് ചുരുങ്ങുന്ന ലോകകപ്പ് കാലം വരവായി. 48 രാജ്യങ്ങളിൽ നിന്ന് ഒരു രാജ്യത്തെ വിജയ സോപാനത്തിലേക്ക് എറിക്കാൻ ട്രയോണ്ട നാളെ മുതൽ ഓടിത്തുടങ്ങും. ഇനിയുള്ള 39 നാളുകൾ ആവേശത്തിന്റെയും സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റേതുമാണ്. മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ, നെയ്മർ, ലൂക്ക മോഡ്രിച്ച്, ന്യൂഇയർ പോലുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്ന ഫുട്ബോൾ ഇതിഹാസങ്ങൾ കളിക്കുന്ന അവസാനത്തെ വേൾഡ് കപ്പാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ വേൾഡ് കപ്പ് പരമാവധി കണ്ട് ആസ്വദിക്കാൻ തന്നെയാണ് നാട്ടുകാരായ നമ്മുടെയൊക്കെ തീരുമാനവും ആലോചനയും. വൈകിട്ടൊക്കെ ആകുമ്പോൾ ഇവിടെ ഇങ്ങനൊന്നല്ല, അങ്ങാടി നിറയെ ഫുട്ബോളിൻ്റെ വർത്തമാനം തന്നെയാണ്. നമ്മൾ തൊട്ടടുത്ത ഗ്രൗണ്ടിലാണെങ്കിലും ഫുട്ബോൾ മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിന് പോലും ഒരു വെല്ലുവിളിയായിട്ടാണ് ഈ ലോകകപ്പും കൂടി നടക്കുന്നത്. അർജന്റീനക്ക് കപ്പിലേക്ക് നയിക്കാനുള്ള ഒരു സാധ്യത തുറന്നു വെച്ചത് സൗദി പോലുള്ള ടീമുകളാണ്. അതുപോലെ ഏഷ്യ എന്നുള്ള എല്ലാ ടീമുകളും നല്ല നിലയിൽ പെർഫോമൻസ് കാഴ്ചവെച്ച് ഫുട്ബോൾ വളരെ ഭംഗിയായി ഈ പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും നല്ലൊരു വിരുന്നിന് അവസരം ഉണ്ടാവും. ഏതാ ടീം? അർജന്റീനയാണ്. ഇത്തവണ അർജന്റീന വീണ്ടും തൂക്കുവോ? അർജന്റീന തുടർച്ചയായി രണ്ടാമതും കപ്പെടുക്കും. ജപ്പാൻ ഏഷ്യയിൽ നിന്ന് ഒരു സെമിയിലെത്താനുള്ള ചാൻസ് ഉണ്ട്. നൈനാമളപ്പിലുള്ള നമ്മുടെ ഒരു സുഹൃത്ത് തന്നെ, അദ്ദേഹത്തിന്റെ നെഞ്ചിൽ ഫുട്ബോളാണ്, അദ്ദേഹത്തിന്റെ പുറത്ത് ഇവിടെ ഫുട്ബോളാണ് വിത്ത് ഗ്രൗണ്ടാണ്. വാട്ട്സ് ദ ലൈഫ് വിത്തൗട്ട് ഗോൾസ് എന്നാണ് എഴുതിയേക്കുന്നത്. അതായത് ഫുട്ബോളിനെ ഇങ്ങനെ നെഞ്ചിലും പുറത്തും മൊത്തം അങ്ങ് ഫുട്ബോളാണ്. ഫുട്ബോൾ തന്നെയാണ്. ഫുട്ബോൾ ടീമായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യം തന്നെ. കേരളത്തിന്റെ ഫുട്ബോൾ ആവേശം അത് എത്രത്തോളം വൈകാരികമാണ് എന്നത് എനിക്ക് പിന്നിലെ ഈ കട്ടൗട്ടുകൾ പറയും. നമ്മള് നെയ്മർ, വിനീഷ്യസ് ജൂനിയർ തീർച്ചയായിട്ടും ബ്രസീൽ തന്നെ കപ്പടിക്കും പ്രാവശ്യവും. ഞങ്ങളുടെ CR7 ഏറ്റവും അവസാനത്തെ വേൾഡ് കപ്പ് ആയിട്ട് തന്നെയാണ് ഇതിനെ കാണുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ പ്രതീക്ഷ. അതുകൊണ്ട് ആ വേൾഡ് കപ്പ് ഞങ്ങൾ വാങ്ങിയിട്ട് തന്നെ പോകുന്നുള്ളൂ. എന്ത് പറയാനാണ്, കഴിഞ്ഞ കപ്പാര കൊണ്ടുപോയത്, അത് മാത്രം ആലോചിച്ചാൽ പോരെ, ഇനി എന്ത് സംസാരിക്കാനാണ്. പിന്നെ ഈ വികാരങ്ങളൊക്കെ ഈ കാണുന്ന ഒരു കട്ടൗട്ടും കളിക്കൂല, അവരാദ്യം മനസ്സിലാക്കണം. ഈ പ്രാവശ്യം സ്പെയിനാണ് കപ്പ് കൊണ്ടുപോകുക. 100% സ്പെയിൻ. നോക്കി നിൽക്കുക എന്നല്ലാതെ സ്പെയിന് കപ്പ് കൊണ്ടുപോയി. എല്ലാ ടീമും പറയും 5ാം സ്ഥാനം ഇംഗ്ലണ്ട്. എല്ലാത്തിനും ഞാൻ ദിവസവും കളി കാണാ. പ്രീമിയർ ലീഗ് കാണാണ്, ഗുണ്ട്രാസ് ലീഗ് കാണാണ്, ഫ്രഞ്ച് ലീഗ് കാണാണ്. അതാണ് പ്രായത്തിൽ പ്രീമിയർ ലീഗ് കാണുന്നുണ്ടെങ്കിൽ മൂപ്പര് ഫുട്ബോളിനോട് ഇഷ്ടം കൊണ്ട് തന്നെയാണ്. പോർച്ചുഗൽ കപ്പ് ഞങ്ങൾക്കുള്ള, വേറെ ആരും കൊണ്ടുപോകില്ല. ചേട്ടന്മാരൊക്കെ പറയുന്നുണ്ട് ബ്രസീലൊക്കെ അടിക്കും. അത് ഞങ്ങൾക്കുള്ള, ഏത് ബ്രസീൽ എന്നാലും ഞങ്ങളെ കൊണ്ടുപോകും. ലോകകപ്പ് ആവേശം കേവലം കൊടിതോരണങ്ങളിലോ ഫ്ലെക്സ് ബോർഡുകളിലോ കൂറ്റൻ കട്ടൗട്ടുകളിലോ മാത്രം ഒതുങ്ങുന്നതല്ല. ഇന്ത്യൻ സമയം പുലർച്ചെ 12:30 ആരംഭിക്കുന്ന മത്സരങ്ങൾ ആവേശം ഒട്ടും ചോരാതെ ഇഷ്ട ടീമിന് ആർപ്പ് വിളിച്ചുകൊണ്ട് കണ്ടു തീർക്കാനുള്ള സൗകര്യങ്ങളും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. 1000-ഓ 1500-ലോ അധികം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന കൂറ്റൻ സ്ക്രീനുകളാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ LED വാളാണ് ഇപ്രാവശ്യം ഞങ്ങൾ ചെയ്യുന്നത്. 30 അടി 30-12 സൈസ്. ഈ പ്രാവശ്യം 12:30 മണിക്കാണ് കളിയാണെങ്കിലും കൂടി ആളുകൾക്കൊരു കുറവുണ്ടാവില്ല. അത്രമാത്രം കോഴിക്കോട് ഫുട്ബോൾ പ്രേമികളുള്ളൊരു നാടാണ് കോഴിക്കോട്. അത്രമാത്രം ഫുട്ബോളിനെ അവർ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു തുടക്കം എന്നെടുത്ത് നാളെ മുതൽ നമുക്കിവിടെ കാണുവാൻ സാധിക്കുമെന്നുള്ളതാണ് പറയാനുള്ളത്. ഇവിടെ ഞങ്ങൾ 1500 ആൾ ഗാലറിയിലും 500 ആൾ കസാലയിലും ഇരിക്കാനുള്ള പ്ലാനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കൂടുതൽ വരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിന് കണക്കായിട്ട് ഞങ്ങൾ ചെയ്യുന്നതാണ്.
കാൽപന്ത് കളിയുടെ ലോകമാമാങ്കത്തിന്റെ 23-ാം പതിപ്പിന് ഇതാ ഇങ്ങനെ തുടക്കമാവുകയാണ്. 48 രാജ്യങ്ങളിൽ ആരെല്ലാം വാഴും, ആരെല്ലാം വീഴും. ഇനി ആകാംക്ഷയുടെ ദിനങ്ങളാണ്. സുൽത്താനോടൊപ്പം ബെൻസൻ ബാബു മങ്ങാട്, ന്യൂസ് മലയാളം, കോഴിക്കോട്.